ഓഡിറ്റോറിയത്തിന്റെ മുകളിൽ ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കാനും സഞ്ജു ഫോൺ അടിച്ചു. ഹലോ, ഞാൻ പ്രതീക്ഷയാ. ആഹാ, വിളിച്ചല്ലോ, സന്തോഷം. താൻ വീട്ടിലെത്തിയോ? എത്തി. ഇയാളെവിടെയാ? ഞാനിവിടെ നന്ദലാല ഓഡിറ്റോറിയത്തിലുണ്ട്. താൻ ഫുഡ് കഴിച്ചോ? കഴിച്ചു. അതെ, അമ്മ വഴക്ക് പറഞ്ഞോ? ഹോ, അടിച്ചില്ലെന്നേ ഉള്ളൂ. എന്നാ താൻ ഉറങ്ങിക്കോ. ഈ നമ്പർ ആരുടെയാ? ഇത് വേറെ ആരുടെയാ? ഓ, ആ വേറൊരാളുടെ പേരും പ്രതീക്ഷ എന്നാണോ? അല്ല, ട്രൂ കോളറിൽ പ്രതീക്ഷ എന്ന പേരുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. എന്നാ പിന്നെ കാണാം, ബൈ. അവൾ കട്ട് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞ് തിരുവോണം. രാവിലെ ഫോണിൽ നോക്കിയിരിക്കായിരുന്നു പ്രതീക്ഷ. സ്ക്രീനിൽ സഞ്ജു കോളിംഗ് തെളിഞ്ഞു. ഹലോ സഞ്ജു, ഹാപ്പി ഓണം. സെയിം ടു യു. ഓണായിട്ട് എന്താ പരിപാടി? ഏയ്, പ്രത്യേകിച്ചൊന്നുമില്ല. അതെന്താണോ? അതങ്ങനെയാ, ഞങ്ങൾ ഓണം ആഘോഷിക്കാറില്ല. അതിൻ്റെ കാരണമാണോ ചോദിച്ചത്? വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തിരുവോണ ദിവസം എൻ്റെ അച്ഛൻ ഞങ്ങളെ ഉപേക്ഷിച്ച് വേറെത്തിയുടെ കൂടെ പൊറുക്കാൻ പോയത്. സഞ്ജുവിനൊന്നും പറയാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ ഇതൊക്കെ ഞാനെന്തിനാ തന്നോട് പറയുന്നത്? അതെന്നാ വർത്താനാടോ? കുറച്ചു നേരത്തേക്ക് ഞാൻ തന്നെ ഭർത്താവായിരുന്നില്ലേ? പ്രതീക്ഷ അവനെന്തോ മറുപടി പറയാൻ തുടങ്ങുമ്പോഴേക്കും അപ്പുറത്തൊരു അടിയുടെയും സ്ത്രീയുടെ ശബ്ദം ഒരുമിച്ച് കേട്ടു. മണിക്കൂർ ഒന്നായി എണീറ്റ് പല്ല് കേൾക്കാൻ പറയുന്നു, പിന്നെ അവൻ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുക. പോത്ത് പോലെ വളർന്നിട്ട് ഇപ്പോഴും കുഞ്ഞുവാവയാണെന്നാ വിചാരം. പ്രമീള ഒന്ന് അടങ്ങു മോളെ, ഞാൻ എൻ്റെ ഭാര്യയോട് സംസാരിക്കുക. അത്രക്ക് ഗതികെട്ട പെമ്പിള്ളേരി ലോകത്തുണ്ടോടാ? നീ ഇനി എണീറ്റില്ലെങ്കിലേ തലവഴി വെള്ളം കോരി ഒഴിക്കും, പറഞ്ഞേക്കാം. ഹലോ പ്രതീക്ഷ. ആ പറഞ്ഞോ. സോറി, അമ്മയാ. മനസ്സിലായി. അതെ, കളിയാക്കി ചിരിക്കില്ലെങ്കിൽ ഒന്ന് പറഞ്ഞോട്ടെ. എന്താ? അത് ജീവിതം ഒന്നേ ഉള്ളൂ. നമ്മളെ ഉപേക്ഷിച്ച് പോയവരോർത്ത് ഈ കൊച്ചു ജീവിതം നിറം മങ്ങിയതാക്കരുത്. തൻ്റെ അച്ഛൻ വേറെ ജീവിതം ആസ്വദിക്കാതിരിക്കില്ലേ? അപ്പം താനിങ്ങനെ ഷോക്കായിരുന്ന അതൊരു തോൽവിയല്ലേ? താനിതിന് തോറ്റു കൊടുക്കണം. അങ്ങനെയൊന്നുമില്ല സഞ്ജു, ചെറിയൊരു വിഷമം. പോട്ടെ, നീ വിഷമിക്കണ്ട കേട്ടോ. പോയി ചെറിയ തോതിലെങ്കിൽ ഒരു ഓണസദ്യ ഒരുക്കും. അമ്മ ഞെട്ടട്ടെ. ഞാൻ വെക്കുവാണേ. ഇനി ഇവിടെ തന്നെ കിടന്നാലേ പ്രമീള വെള്ളമായിട്ട് വരും. ശരി, താങ്ക്സ് കേട്ടോ. എന്തിനാ? എന്താണെന്നറിയില്ല, തന്നോട് സംസാരിക്കുമ്പോൾ മനസ്സിലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട്. ആഹാ, നാളെ മുതൽ ഡെയിലി ഞാൻ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാം. കാശ് തന്നാൽ മതി. അയ്യോ, അമ്മ വരുന്നു തോന്നുന്നു. വെക്കട്ടെ, ബൈ. പ്രതീക്ഷ വാട്സാപ്പ് തുറന്ന് അവൻ്റെ നമ്പർ എടുത്തു. DP-യിൽ അവനും അമ്മയും നിൽക്കുന്ന ഫോട്ടോ അവൾ സൂം ചെയ്ത് നോക്കി. സുന്ദരിയാണ് അമ്മ. അമ്മയുടെ മകനും സുന്ദരൻ തന്നെ. ഒരു ചെറു ചിരിയോടെ അവൾ അടുക്കളയിലേക്ക് നടന്നു. ദിവസങ്ങൾ കൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു. സഞ്ജു പ്രതീക്ഷയുടെ ജീവിതത്തിലെ ഒരു അവിഭാജ്യ ഘടകമായി മാറി. അവനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞറിയിക്കാനാവാത്തൊരു അനുഭൂതി. ഞാനത് ചോദിച്ചോട്ടെ സഞ്ജു? എന്താ? സഞ്ജുവിന് അച്ഛനെ പറ്റി ഇതൊരൊന്നും പറഞ്ഞില്ല. എനിക്ക് അച്ഛനില്ല. മരിച്ചുപോയതാണോ? സോറി. അല്ല. പിന്നെ? നീണ്ട മൗനം. പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ താൻ ഫോൺ വെച്ചോ? ഏയ് ഇല്ല. എൻ്റെ അമ്മ കോളേജിൽ പഠിക്കുന്ന സമയത്തുണ്ടായൊരു പ്രണയം വിശ്വസിച്ചവൻ കൊടുത്ത സമ്മാനമാണ് ഞാൻ. ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ അയാൾ സ്ഥലം വിട്ടു. അമ്മയുടെ വീട്ടുകാരെന്നെ ഇല്ലാതാക്കാൻ നിർബന്ധിച്ചു. അമ്മക്ക് മനസ്സിലായിരുന്നു. വീട് വിട്ടിറങ്ങി. സഹായത്തിന് ആരുമില്ല. ദൂരെ ഒരു ആശ്രമത്തിൽ അഭയം കിട്ടി. അവിടെയാണ് എന്നെ പ്രസവിച്ചത്. അവരുടെ സഹായം കൊണ്ട് അമ്മ ചില പാർട്ട് ടൈം ജോലികളൊക്കെ ചെയ്തു. അതോടൊപ്പം പഠനം പൂർത്തിയാക്കി ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങി. പിന്നെ സിനിമയിലൊക്കെ കാണുന്ന പോലെ മകനെ വളർത്താൻ വേണ്ടിയുള്ള ജീവിതം. ഇതിനിടയിൽ അച്ഛനാരാണെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഇപ്പം എനിക്ക് അമ്മയും അമ്മക്ക് ഞാനുണ്ട്. അതങ്ങനെ തന്നെ മതി. എന്തു പറയണമെന്നറിയാതെ പ്രതീക്ഷ ഫോണും ചെവിൽ വെച്ച് നിന്നു. താൻ പോയോ അതോ എൻ്റെ കഥ കേട്ട് ഉറങ്ങിയോ? സഞ്ജു, എനിക്ക് തന്നെ നേരി കാണാൻ തോന്നുക. അതെന്താ പെട്ടെന്ന്? അറിയില്ല, എനിക്കറിയില്ല. വാക്കുകൾ മുറിഞ്ഞു തുടങ്ങിയപ്പോൾ അവൾ ഫോൺ വെച്ചു. ഒരുപാട് നാളുകൾ പിന്നെയും കടന്നുപോയി. അമ്മ കൊണ്ടുവന്ന 2 ആലോചനകൾ കൂടി പ്രതീക്ഷ വിജയകരമായി മുടക്കി. അമ്മയും മകളും തമ്മിൽ ആ പേരും പറഞ്ഞ യുദ്ധം പതിവായി. ഒരു വലിയ വഴക്കം കഴിഞ്ഞിരിക്കുമ്പോഴാണ് സഞ്ജു കഷ്ടകാലത്തിന് അവളെ ഫോൺ ചെയ്ത്. അവളുടെ ശബ്ദത്തിൽ നിന്ന് രംഗമത്ര പന്തിയില്ലെന്ന് അവന് മനസ്സിലായി. എടോ, തൻ്റെ അമ്മ പറയുന്നതിലും കാര്യമില്ലേ? തനിക്ക് കല്യാണപ്രായമായി. അവർക്ക് ആഗ്രഹം കാണില്ലേ തൻ്റെ വിവാഹം കാണാൻ? അപ്പം എൻ്റെ ആഗ്രഹങ്ങൾക്കൊരു വിലയുമില്ലേ? ഉണ്ടല്ലോ. എന്താണ് തൻ്റെ ആഗ്രഹം? ഇനി മനസ്സിലാരോടെങ്കിലും ഇഷ്ടമുണ്ടോ? ഉണ്ടെങ്കിൽ നിന്നോട് പറയണം. ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ?